നമസ്കാരം. ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നൊരു ഒരു മത്സര പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അത് ചോദ്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു. അതിൻ്റെ ഉത്തരം കണ്ടെത്തി അയക്കുകയാണ്. ഒരാൾ 12 ബുക്ക് വാങ്ങിയപ്പോൾ എത്രയായി? 30 രൂപയായി എന്നാണ് പറഞ്ഞത്. 30 രൂപയായി ഒരു 12 ബുക്ക് വാങ്ങിയപ്പോൾ. അപ്പോൾ 10 ബുക്ക് വിറ്റു. 10 ബുക്ക് വിറ്റപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 35 രൂപ അയാൾക്ക് കിട്ടി. 35 രൂപ കിട്ടി 10 ബുക്ക് വിറ്റപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇത് ലാഭമാണോ നഷ്ടമാണോ? ആണെങ്കിൽ എത്ര ശതമാനം കാണുമ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ഈ 12 ബുക്ക് വാങ്ങി 10 വിറ്റു എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ ആകാൻ വേണ്ടി സംഭവം നിസ്സാരമായൊരു കണക്കാണ്. അപ്പോൾ 12 ബുക്ക് 30 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഒരു ബുക്കിൻ്റെ വില എത്ര? ഒരു ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 30/12 എന്ന് പറയുന്നത് 2.5 രൂപയാണ്. 2.5 രൂപ ഒരു ബുക്കിൻ്റെ. അങ്ങനെയാണെങ്കിൽ 10 ബുക്കിൻ്റെ വില എത്ര? അപ്പോൾ 10ആണല്ലോ വിറ്റത്. അപ്പോൾ വാങ്ങാൻ നേരത്ത് 10 ബുക്കിന് എത്ര വിലയായെന്ന് ചോദിച്ചാൽ 10 × 2.5. അപ്പോഴോ 25 രൂപയാണ് 10 ബുക്കിന് ചിലവായത്. 10 ബുക്കിന് ചിലവായത് 25 രൂപയാണ്. അപ്പോൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 35 രൂപയ്ക്ക്. അപ്പോൾ 25 രൂപ മുടക്കിയപ്പോൾ 35 രൂപ കിട്ടിയെങ്കിൽ അത് അധികമായിട്ട് കിട്ടിയപ്പോൾ എന്താണ്? ലാഭമാണ്. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് ലാഭം 35 - 25 = 10 രൂപ ലാഭം കിട്ടി. 10 രൂപ ലാഭം കിട്ടി. അതാണ് നമ്മൾ വിറ്റ വിലയ്ക്ക് കിട്ടുന്നത്. വാങ്ങിയ വില കുറയുമ്പോഴാണല്ലോ ലാഭം കൂടുതലാണ്. വിറ്റ വില കൂടുതലാണ്, ലാഭം കിട്ടുന്നത്. അപ്പം 25 രൂപ മുടക്കിയപ്പോൾ 10 രൂപ ലാഭം കിട്ടി. അപ്പോൾ എന്താണ് ഉത്തരം? ചോദ്യം 1 ലാഭമാണ്. അതെത്ര ശതമാനം? എത്ര ശതമാനം എന്ന് ചോദിക്കുമ്പോൾ 100 രൂപയ്ക്കല്ലേ കാണുന്നത് ശതമാനം പറയണമെങ്കിൽ. അപ്പോൾ 25 രൂപയ്ക്കാണ് 10 രൂപ ലാഭം കിട്ടിയത്. അങ്ങനെയാണ് 100 രൂപയ്ക്ക് എത്ര കിട്ടും? അപ്പോൾ 1 രൂപയ്ക്ക് എത്ര കിട്ടിയെന്ന് കണക്കാക്കണമെങ്കിൽ കുറച്ച് മേൽഭാഗം വായിക്കാം. 1 രൂപയ്ക്ക് എത്ര കിട്ടിയെന്ന് അറിയുന്നെങ്കിൽ 10/20. കാരണം 25 രൂപ മുടക്കിയപ്പോഴാണ് 10 രൂപ ലാഭം കിട്ടി. അപ്പോൾ 100 രൂപയ്ക്ക് എത്ര ആണെന്നാണ്? 10/25 ആകുമ്പോൾ എത്ര കിട്ടി? 10/25 ആകുമ്പോൾ 1 രൂപയ്ക്ക് ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര? അതാണ് ശതമാനം. 100 രൂപയ്ക്ക് എത്ര? അപ്പോൾ ശതമാനം കിട്ടും. അപ്പം 25 100 × 4 കിട്ടും. 10 × 4 40% ലാഭം കിട്ടിയത്. അപ്പോൾ 2 ഉത്തരമായി. ലാഭം ആണോ? ആണ്, ലാഭമാണ്. കാരണം 25 രൂപയ്ക്ക് വാങ്ങിയത് സാധനം 35 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ 10 രൂപ ലാഭം. എത്ര ബുക്ക്? എത്ര ബുക്കാണ്? 10. ഈ 25 രൂപ ചിലവാക്കിയപ്പോൾ 10 രൂപയാണ് ലാഭം കിട്ടിയത്. അങ്ങനെയാണ് 100 രൂപ ചിലവാക്കുമ്പോൾ എത്ര കിട്ടും? അതാണ് ശതമാനം. അപ്പോൾ അതിനോട് 40% ലാഭമാണ് ഈ കച്ചവടത്തിൽ കിട്ടിയത്. അപ്പം ഈ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് 12 ബുക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളതൊന്നും ചിന്തിക്കണ്ട. 12 ഏതായാലും ഒരു ബുക്കിന് എത്ര വില എന്ന് കണക്കാക്കി ക്രിയ ചെയ്ത് തുടങ്ങിയാൽ അതിനകത്തൊന്നും ഒരു വിഷമം വരില്ല. അപ്പോൾ ഈ അടുത്ത ഒരു ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.